കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങൾ തകൃതിയായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ നടക്കുന്നതിനിടയിൽ ആകെ ഇടഞ്ഞ് ഹൈക്കമാൻഡിനെ തള്ളിപ്പറഞ്ഞ് സുധാകരൻ പരസ്യമായി രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം സുധാകരനെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനം നടക്കുന്നതിനിടയിൽ അതിൽ പങ്കെടുപ്പിക്കാതെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും ഖർഗെയും കൂടി സുധാകരനെ കെ.പി.സി.സി സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആളെ കൊണ്ടുവരേണ്ടതിന്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് പണിപ്പെടുകയും ചെയ്തു. 45 മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയ്ക്ക് ശേഷമാണ് സുധാകരൻ പുറത്തേക്ക് വന്നത്. എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന എന്ത് തീരുമാനവും അക്ഷരം പ്രതി അനുസരിക്കുമെന്ന് പറഞ്ഞ സുധാകരൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നോട് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും താൻ ആ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട എന്നുമുള്ള കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഹൈക്കമാൻഡിനെ സമ്മർദ്ദപ്പെടുത്തി കുറച്ചുകാലം കൂടിയെങ്കിലും അധികാരത്തിൽ തന്നെ തുടരാനുള്ള സുധാകരന്റെ വ്യാമോഹമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തന്നെ ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ തമ്മിൽ തല്ലി ഇത്തരത്തിൽ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് വരാനിരിക്കുകയാണ്. നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്നും ആരായിരിക്കണമെന്നുമുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ താൻ ഒഴിയില്ല എന്ന് സുധാകരനും മറുവശത്തു നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നേരിയ സൂചന പോലും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് കെ സുധാകരൻ പറയുന്നത്. കെ.പി.സി.സി നേതൃമാറ്റ ചർച്ചകളിൽ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും സ്ഥാനമൊഴിയാൻ പാർട്ടി പറഞ്ഞാൽ ഒഴിയുമെന്നും കെ സുധാകരൻ പറഞ്ഞു. പ്രായമല്ല, പ്രാപ്തിയാണ് പ്രധാനം. എത്ര വർഷത്തെ പാരമ്പര്യം എനിക്കുണ്ട്. ഞാൻ എന്നും പാർട്ടിക്ക് വിധേയനാണ്. ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും 1.5 മണിക്കൂർ സംസാരിച്ചു. കേരള രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പും ചർച്ചയായി. നേതൃമാറ്റം എന്ന വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മാറ്റുമെന്ന സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. സണ്ണി ജോസഫിന്റെയും ആന്റോ ആന്റണിയുടെയും പേര് എങ്ങനെ വന്നുവെന്ന് എനിക്ക് അറിയില്ല. സണ്ണി ജോസഫുമായി ഇന്നലെയും സംസാരിച്ചിരുന്നു. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതാണ്. എന്റെ പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും അനാരോഗ്യം ബാധിച്ചോ? ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചികിത്സ തേടില്ലേ? എന്റെ മൂലക്കിരുത്താൻ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഉറപ്പാണ് എന്നെ അഖിലേന്ത്യാ കമ്മിറ്റി മാറ്റില്ല എന്ന്. മാറുമെന്ന് പറയുന്നവർ സ്വയം നിർത്തണം. അത് നിർത്താൻ യാചിക്കില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. കെ മുരളീധരന്റെ ഫോട്ടോ പ്രയോഗത്തെയും സുധാകരൻ പിന്തുണച്ചു. നേതൃപദവിയിലെത്തുന്നവർ ജനങ്ങൾക്ക് പരിചിതരാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ആളാകണം കെ.പി.സി.സി അധ്യക്ഷൻ എന്നാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നാണ് മുരളീധരന്റെ അഭിപ്രായം. ഇതേ അഭിപ്രായം ശശി തരൂർ എം.പിയും പ്രകടിപ്പിച്ചിരുന്നു. സുധാകരനെ മാറ്റാനുള്ള തീരുമാനം പുറത്തു വന്ന ഉടനെ തന്നെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള പുരോഹിതന്മാർ ഡൽഹിയിൽ ചെന്ന് ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത് ഇതിനിടയിൽ വിവാദമാവുകയാണ്. ഹിന്ദുമത വിഭാഗത്തിനുള്ള കടുത്ത അവഗണനയാണ് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് എന്നുള്ള ആരോപണവും ശക്തമാവുന്നുണ്ട്. കെ.പി.സി.സി നേതൃത്വം അത്തരത്തിൽ പാർട്ടിയുടെ വിഷയം മാത്രമല്ല മതവിഭാഗത്തിന്റെ വിഷയം കൂടിയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ.